OBS സ്റ്റുഡിയോയെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ബ്രോഡ്കാസ്റ്റർ സോഫ്റ്റ്വെയർ എന്നതിൻ്റെ ചുരുക്കരൂപമാണ് OBS. നമ്മളതിനെ OBS സ്റ്റുഡിയോ എന്നും വിളിക്കാറുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് പർപ്പസിനും സ്ട്രീമിംഗ് പർപ്പസിനും നമുക്കിത് ഒരേപോലെ ഉപയോഗിക്കുവാൻ സാധിക്കും. പേഴ്സണൽ യൂസിനും പ്രൊഫഷണൽ യൂസിനും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് OBS എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം. നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഹൈ ക്വാളിറ്റിയിൽ തന്നെ റെക്കോർഡ് ചെയ്തെടുക്കുവാൻ സാധിക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് ലൈവ് സ്ട്രീമിംഗ് ആണ്. ഫേസ്ബുക്കിലേക്കോ യൂട്യൂബിലേക്കോ അങ്ങനെ ഒട്ടനവധി പ്ലാറ്റ്ഫോമുകളുണ്ട്. അവിടേക്കൊക്കെ ലൈവ് സ്ട്രീം ചെയ്യുവാൻ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുവാൻ സാധിക്കും. ഗെയിം കളിക്കുന്ന ആളുകൾക്കും ഗെയിം ലൈവ് സ്ട്രീം ചെയ്യുന്ന ആളുകൾക്കും ഗെയിം ക്യാപ്ചർ ചെയ്യുവാനും ബ്രോഡ്കാസ്റ്റ് ചെയ്യുവാനും സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് OBS എന്ന് പറയുന്നത്. ക്യാപ്ചർ ആൻഡ് ബ്രോഡ്കാസ്റ്റ് എ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ, അതായത് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ മാത്രമായിട്ട് അതിൻ്റെ വിൻഡോ മാത്രമായിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്തെടുക്കുവാനോ അതിനെ ലൈവ് സ്ട്രീം ചെയ്യുവാനോ നമുക്ക് ഇതുകൊണ്ട് സാധിക്കും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ MS വേർഡ് ഉപയോഗിക്കുകയാണ്. MS വേർഡിൻ്റെ വിൻഡോ മാത്രമായിട്ട് വേണേൽ നമുക്ക് OBS ഉപയോഗിച്ചുകൊണ്ട് ക്യാപ്ചർ ചെയ്തെടുക്കുവാൻ സാധിക്കും. അതും ഹൈ ക്വാളിറ്റിയിൽ തന്നെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ വീഡിയോ സോഴ്സുകളെ ഒന്നിച്ച് ഉപയോഗിക്കാൻ സാധിക്കുക. ആ വീഡിയോ സോഴ്സ് എന്ന് പറയുമ്പോൾ ക്യാമറയാവാം, നമ്മുടെ കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്തെടുക്കുന്ന വീഡിയോ ഫയലാകാം. അങ്ങനെയുള്ള ഒന്നിൽ കൂടുതൽ സോഴ്സുകളെ ഒന്നിച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒറ്റ ഔട്ട്പുട്ട് നൽകുവാൻ സാധിക്കുന്നു. നമുക്ക് ടെസ്റ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും, ലോഗോ ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് റെക്കോർഡിംഗ് പർപ്പസിലേക്കും അല്ലെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് പർപ്പസിലേക്കും വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് OBS. നമുക്കൊരു പ്രീ റെക്കോർഡഡ് സ്ട്രീം കണ്ടക്ട് ചെയ്യുവാൻ OBS വെച്ച് സാധിക്കുന്നുണ്ട്. പ്രീ റെക്കോർഡഡ് സ്ട്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവായിട്ട് നടക്കുന്ന കാര്യമല്ല. നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു ഫയലിനെ ലൈവായിട്ട് തന്നെ സ്ട്രീം ചെയ്യുവാൻ OBS ഉപയോഗിച്ച് സാധിക്കും. വീഡിയോ കോൺഫറൻസിംഗ് പർപ്പസിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് OBS എന്ന് പറയുന്നത്. ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി OBS നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. മൾട്ടിപ്പിൾ ഇൻപുട്ട് ഡിവൈസുകളെ ഒരൊറ്റ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ OBS ഉപയോഗിച്ച് സാധിക്കും. വീഡിയോ ഇൻപുട്ട് ആവാം, ഓഡിയോ ഇൻപുട്ട് ആവാം, നമ്മുടെ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന ഫയലുകളാകാം, ഇമേജസ് ആവാം. ഇവയെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ഒരൊറ്റ സ്ക്രീനിലേക്ക് ഇതിനെല്ലാം കൂടെ കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ റെക്കോർഡിങ്ങിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രീമിങ്ങിലേക്ക് URLകൾ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അതായത് ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഉണ്ട്, ആ വെബ്സൈറ്റിലെ കണ്ടന്റ് കൂടി നമുക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്തുവാൻ സാധിക്കും. ഒരു വെബ്സൈറ്റിന് അഡ്രസ്സ് നമ്മൾ നൽകി കഴിയുമ്പോൾ ആ വെബ്സൈറ്റിൽ കാണുന്നതെല്ലാം നമ്മുടെ ഡിസ്പ്ലേയിലേക്ക് വരും. അത് നമുക്ക് റെക്കോർഡ് ചെയ്യുവാനോ സ്ട്രീം ചെയ്യുവാനോ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ റെക്കോർഡിംഗ് പർപ്പസിനും സ്ട്രീമിംഗ് പർപ്പസിനും ഒരുപാട് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് OBS എന്ന് പറയുന്നത്.